അവനിത് എന്തു പറ്റി കൃഷ്ണേട്ട? അവൻ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. എന്താ സംഭവിക്കുന്നത് ഈ വീട്ടിൽ? അഖിലേ, എന്തായത്? അത് കഴിഞ്ഞില്ലേ, വിട്ടേക്ക്. അവന് പറ്റിയൊരു അബദ്ധം, അത്രേ ഉള്ളൂ. അതല്ല കൃഷ്ണേട്ട, ഇത് വെറും ഒരു അബദ്ധമല്ല. ഇറ്റ്സ് എ ഗ്രേറ്റ് മിസ്റ്റേക്ക്. അവൻ ഇന്ന് ബാലൻസ് തെറ്റി വന്നു കയറുന്നത് കണ്ടപ്പോ ഒരു നിമിഷം എന്റെ ഹൃദയം നിലച്ചു പോയതുപോലായി. നമ്മുടെ മോനെ എന്താ കൃഷ്ണേട്ട പറ്റിയത്? അഖിലേ, നീ അവനോട് ആദ്യം ചോദിക്കേണ്ടത് ഇപ്പോഴേ ചോദിച്ച ചോദ്യമായിരുന്നു. എന്റെ മോനെ, നിനക്കെന്ത് പറ്റിയടാ എന്ന്. എന്നിട്ടൊരമ്മയുടെ വാത്സല്യത്തോടെ ചേർത്ത് നിർത്തണമായിരുന്നു. അവനെ മനസ്സിലാക്കി കൂടെ നിൽക്കാൻ നമ്മളുണ്ടെന്ന് അവനെ തോന്നിപ്പിക്കണമായിരുന്നു. അവൻ ഇതുവരെ ഇങ്ങനെ വന്ന് കണ്ടിട്ടില്ലാത്ത സ്ഥിതിക്ക് പതിയെ അവനോട് അതിന്റെ സാഹചര്യം ചോദിക്കണമായിരുന്നു എന്നർത്ഥം. അതിനു പകരം നീ അവനെ അടിക്കുകയാണ് ചെയ്തത്. എന്താകില്ലേ, അടി കൊടുത്ത് നന്നാക്കാവുന്ന പ്രായമാണ് അവന്റേതെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? കൃഷ്ണേട്ട, അവൻ ആയിരിക്കാം, അവൻ നിന്റെ എല്ലാം ആയിരിക്കാം. പക്ഷേ എപ്പോഴൊക്കെയോ കണ്ണാടിയിൽ തെളിഞ്ഞ സ്വന്തം പ്രതിബിംബത്തിൽ അവൻ അവനിൽ ഒരു പരാജിതനെ കണ്ടിട്ടുണ്ടാകാം. ആശ്വാസം കിട്ടാൻ, ആ മനസ്സ് തളരാതിരിക്കാൻ ചേർത്ത് നിർത്തി വിജയം നേടിയിട്ടില്ലെങ്കിലും തോറ്റിട്ടില്ല എന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിലെന്ന് കൊതിച്ചിട്ടുണ്ടാവും അവൻ. ഇനിയും നീ മറക്കാൻ പാടില്ലാത്ത ഒരു കാര്യമുണ്ട്. എന്നും അവന്റെ ലോകം അവന്റെ അമ്മ മാത്രമായിരുന്നു അഖിലേ. ഞാൻ പോലും രണ്ടാമനായിരുന്നു. ആ അവനെയാണ് നീ ഇന്ന് അടിച്ചത്. എനിക്കിപ്പോ എന്റെ മോനെ കാണണം. ഈ നശിച്ച കൈ കൊണ്ടാണല്ലോ ഞാൻ അവനെ അടിച്ചത്. അതേ കൈ കുപ്പി മാപ്പ് ചോദിക്കണോ എനിക്ക് അവനോട്? വേണ്ട, നേരെ ഒരുപാട് വൈകിയപ്പോ തന്നെ തൽക്കാലം അവൻ കിടന്നുറങ്ങട്ടെ. ഇനിയെങ്കിലും നടന്നതിന്റെ ഒരു കുറ്റബോധം അവനിൽ ഉണ്ടാക്കാതിരിക്കുകയാണ് നമുക്ക് ബുദ്ധി. മറിച്ച് ഇനിയെങ്കിലും അവൻ എന്തായിരിക്കാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളത് നമ്മൾ അന്വേഷിക്കണം. ചിലപ്പോൾ ചില കാരണങ്ങൾ നമുക്ക് തന്നെ മനസ്സിൽ തെളിഞ്ഞു വന്നേക്കാം. ഈ നഷ്ടങ്ങൾ എന്ന് പറയുന്നത് കയ്യിൽ കിട്ടിയിട്ട് കളയുന്നത് മാത്രമല്ല അഖിലേ. ഒരുപാട് ആശിച്ചിട്ട് നേടാൻ കഴിയാത്തതും നഷ്ടങ്ങൾ തന്നെയാണ്. അവൻ ഒരുപാട് എന്താശിച്ചുവെന്നും നമ്മളതിനെ എങ്ങനെ നഷ്ടപ്പെടുത്തിയെന്നും നീ നന്നായി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഉത്തരം കിട്ടും ചിലപ്പോൾ. അത് തന്നെയാണ് നമ്മുടെ മകനും പറ്റിയിരിക്കുന്നത്. ആലോചിച്ച് നോക്കുന്നേ. കല്യാണി, ഒരാളുടെ കണ്ണിൽ നോക്കിയാൽ ചിലപ്പോ അയാളുടെ മനസ്സ് കാണാൻ കഴിയുമെന്ന് പറയാറ്. നീ എന്റെ കണ്ണുകളിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്ക്. ഞാൻ ജീവനായി കരുതുന്ന എന്റെ പെണ്ണിനെ നിനക്കവിടെ കാണാൻ പറ്റും. അവളാണ് ഞാൻ സ്വന്തമാക്കാൻ കൊതിക്കുന്ന എന്റെ പെണ്ണ്. ഇനിയും നിനക്ക് ഈ ചന്ദ്രപ്രതാപനെ കല്യാണം കഴിക്കാൻ സമ്മതമാണോ അല്ലയോ? സമ്മതമാണ്. നാളെ തന്നെ നീയും ചന്ദ്രനുമായിട്ടുള്ള വിവാഹം നമുക്കങ്ങ് നടത്തിയാലോ? നാളെ നിന്റെ രജിസ്റ്റർ കല്യാണം നമ്മൾ നടത്തുന്നു.
അച്ഛാ, അച്ഛാ കഥക് തുറക്കച്ചാ. അച്ഛാ, അച്ഛാ. കല്യാണിയാണല്ലോ അത്. ഇവിടത്തെ രാത്രിയില് എന്ത് പറ്റി മോളെ? എന്താ ഈ രാത്രിയില്? എന്ത് പറ്റി നിനക്ക്? അഖില മേഡം പറഞ്ഞോ നീ ഇങ്ങോട്ട് മടങ്ങി വരാൻ? ഏയ് ഇല്ലച്ചാ, അവിടെ ആരും അറിഞ്ഞിട്ടല്ല ഞാൻ വന്നത്. കിടന്നിട്ടെന്തോ ഉറക്കം വന്നില്ല. അപ്പൊ തോന്നി അച്ഛനെ ഒന്ന് കാണണമെന്ന്, അതുകൊണ്ട് വന്നതാ. അച്ഛന് ബുദ്ധിമുട്ടായോ ഞാൻ വന്നത്? എന്താ മോളെ നീ പറയുന്നത്? അച്ഛന് ബുദ്ധിമുട്ടോ? എന്റെ മക്കളെ രണ്ടാളും എനിക്ക് ബുദ്ധിമുട്ടോ ഭാരം ഒന്നുമല്ല. നിങ്ങൾ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളാ. എന്റെ സുധ എനിക്ക് തന്നിട്ട് പോയ 2 വരങ്ങൾ. ആദ്യം മോളോട് ഇരിക്കേ. അച്ഛൻ കുടിക്കാൻ അല്പം വെള്ളം എടുത്തോണ്ടാ. ഇരിക്കേ. നമ്മളെ കുടിക്കും. ഇനി പറ, എന്താ മോൾക്കവിടെ പറ്റിയത്? അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടി വരാൻ? ഇനി എന്ത് പറ്റാനാ അച്ഛ? അച്ഛന്റെ മോള് മൊത്തത്തിൽ ഒരു പരാജയമായിരുന്നു എന്ന് കരുതിയാ മതി. ഇടയ്ക്ക് എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ് സ്വയം ആശ്വസിക്കാറുള്ളൊരു മനസ്സുണ്ടായിരുന്നു എനിക്ക്. ഇപ്പോ അറിഞ്ഞോ അറിയാതെയോ അതും കൈമോശം വന്നെന്ന് വേണം പറയാൻ. ദൈവമേ, നിന്റെ മനസ്സാകെ ഇടിഞ്ഞു പോയിരിക്കുകയാണല്ലോ. അത്രയ്ക്ക് വലിയൊരു ആഘാതയേറ്റാലേ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കൂ. പറയേ, തൃശ്ശമ്പരത്തുനിന്ന് കുഴപ്പമുണ്ടായപ്പോ? കുഴപ്പങ്ങളേ ഉള്ളൂ. ഈ കല്യാണി എന്ന് ഈ മുറ്റത്ത് കാലുകുത്തിയോ അന്ന് തുടങ്ങി തൃച്ചംബരത്തിന്റെ സർവനാശം. ഇത് വിലാസിനി മേഡം പറയുന്ന ശാപവാക്യമല്ല, ഇതാണ് സത്യം. ആ സത്യത്തിന് ഇരയായി പോയത് പാവം വല്യുകുഞ്ഞാ. അതോർക്കുമ്പോഴാ എനിക്ക് ഉറക്കം നഷ്ടപ്പെടുന്നതും ഞാൻ ഈ ഭ്രാന്തെടുത്ത് അലഞ്ഞു തിരിയുന്നതും. എന്ന് വെച്ചാ വലിയ പന്ത് പറ്റി? നീ അത് പറഞ്ഞില്ല. ഇനി എന്ത് പറ്റാൻ? സത്സ്വഭാവിയായ ഒരു ചെറുപ്പക്കാരൻ, കോടികൾ കൊയ്യുന്ന ബിസിനസ്മാൻ, പാവങ്ങളോട് നന്മ മാത്രം കാണിക്കാൻ മനസ്സുള്ളവൻ. ആ മനുഷ്യൻ ഇന്ന് ആദ്യമായിട്ട് 4 കാലിൽ ആ വീട്ടിൽ വന്ന് കയറി മദ്യപിച്ച് ലെക്ക് കെട്ടിട്ട്. എന്റെ ഭഗവാനെ, വലിയ കുഞ്ഞോ, നീ സത്യം തന്നെയാണോ ഈ പറയുന്നത്? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അച്ഛൻ വിശ്വസിക്കണ്ട. അല്ലെങ്കിലും അച്ഛനും അഖില മേഡത്തിനും ഒക്കെ ചില കാര്യങ്ങൾ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അഖിലാണ്ടേശ്വരിക്ക് ആജ്ഞാപിക്കാനും ഡ്രൈവർ ദാസിനെ അനുസരിക്കാനും അല്ലേ അറിയാവൂ. എന്റെ വല്യുകുഞ്ഞിന്റെ മനസ്സ് കാണാനും വിശ്വസിക്കാനുള്ള കഴിവില്ല. അതാ നമ്മുടെയൊക്കെ കഥയെ ദുരന്തത്തിലേക്ക് വലിച്ചുകൊണ്ടു പോകുന്നത്. മതി. എന്നെ മാഡത്തിനെ കുറ്റപ്പെടുത്താനാണോ പാതിരാത്രിക്ക് ഇങ്ങോട്ട് കയറി വന്ന്? നീ എന്തനുഭവിക്കുന്നോ അത് മുഴുവൻ നീ പിടിച്ചു വാങ്ങിയതാ. മറ്റുള്ളവരെ അതിന് കാരണക്കാരാക്കരുത്. ഇല്ലച്ചാ, ഒരിക്കലും ഇല്ല. ഞാൻ വന്നത് അച്ഛനെ കുറ്റപ്പെടുത്താനല്ല, എന്റെ കല്യാണത്തിന് അച്ഛനെ ക്ഷണിക്കാനാ. നിന്റെ കല്യാണത്തിന് നീ എന്നെ ക്ഷണിക്കാനോ? എന്താണ് നീ പറയുന്നത്? നാളെ നടക്കാൻ പോകുന്ന സത്യം. ഈ ലോകത്ത് മറ്റാരെയും അറിയിക്കാതെ ഞാനൊരു കല്യാണം കഴിക്കാൻ പോവാ. കൊട്ടും കുരുവയും ദീപങ്ങൾ സാക്ഷിയായിട്ടൊന്നും അല്ല, ഒരു പുസ്തകത്തിൽ ഒപ്പിട്ടിട്ട് രജിസ്റ്റർ മാരേജ്. രജിസ്റ്റർ മാരേജോ? ആരുമായിട്ട്? അച്ഛൻ പേടിക്കണ്ട, വരൻ നമ്മുടെ മുംബൈക്കാരൻ ചന്ദ്രപ്രതാപ് തന്നെയാ. നടത്തിപ്പുകാരി വിലാസിനി മേഡം.
മുഹൂർത്തം മിക്കവാറും രാവിലെ 9:30-നും 11 മണിക്കും ഇടയിലാവും. അപ്പോഴേ തൃച്ചംബരത്ത് നിന്നും കള്ളം പറഞ്ഞിറങ്ങാൻ പറ്റൂ. എല്ലാത്തിന്റെയും തിരക്കഥാ സംഭാഷണം സംവിധാനം തൃച്ചംബരത്ത് വിലാസിനിയാണ്. ഞാൻ പറയും പോലെ അഭിനയിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. പടം കണ്ട് കൈയടിക്കാൻ ഒരു കാഴ്ചക്കാരനായിട്ടാ ഞാനിപ്പോ അച്ഛനെ ക്ഷണിക്കുന്നത്. എന്താ അച്ഛന് വരാൻ പറ്റുമോ? വിലാസിനി മാഡം എത്ര മറയ്ക്കാൻ പറഞ്ഞാലും എനിക്കതിന് പറ്റില്ലല്ലോ. അച്ഛനും അനിയനും സ്വന്തം ചോരയല്ലേ. അതുകൊണ്ട് കുറച്ച് റിസ്ക് എടുത്ത് ഞാൻ വന്നു, ക്ഷണിച്ചു. ഉറക്കമായതുകൊണ്ട് അനിയനെ കാണാൻ നിൽക്കുന്നില്ല. ഇനി പോവാണ്. പാതിരാത്രിക്ക് യാത്ര പറയുന്നില്ല. अरे भाई कोई प्रॉब्लम नहीं है. ഞാനിവിടെ വന്നപ്പം തന്നെ ഫോൺ വിളിച്ച് പറഞ്ഞതല്ലേ, ലഡ്കി शादी के बाद मेरे साथ आएगी. ആ അതെ, നിങ്ങൾക്ക് മലയാളികളുടെ സ്വഭാവം അറിയാലോ. കുറെ നാൾ ഇവിടെ വന്ന് ബിസിനസ് നടത്തിയതല്ലേ. കല്യാണത്തിന് മുമ്പ് പെണ്ണിനെ കൊണ്ട് കറങ്ങാനൊന്നും ഇവിടുത്തെ അച്ഛനും അമ്മയെ സമ്മതിക്കില്ല. പക്ഷെ വിവാഹം കഴിഞ്ഞാൽ എല്ലാം ഓക്കെയാണ്. ആ യെസ്, ആ അതെ അതെ. ഇവനെന്താ രാത്രി മാറി നിന്നൊരു ഫോൺ വിളി? കുറെ നേരം ആയല്ലോ. ठीक है जी, मैं बाद में कॉल करूंगा. ओके ओके. എന്താടാ എന്നെ കണ്ടപ്പോ ഒരു ബാദ്മേ കോൾ കരൂങ്ക? ഏയ് ഒന്നുമില്ല ആന്റിജി, ഇത് നമ്മുടെ പഴയൊരു ദോസ്താ. എന്റെ കല്യാണത്തിന്റെ കാര്യം പറയാൻ വിളിച്ചതാ. ആ ദോസ്തായാ നിനക്ക് കൊള്ളാം. അറിയാലോ, കാര്യങ്ങളൊക്കെ കൈവിട്ട് പോകുന്ന സ്ഥിതിയാ. അഖിലാണ്ടേശ്വരി പറഞ്ഞതൊക്കെ നീ അറിഞ്ഞു കാണുമല്ലോ. ആ അറിഞ്ഞു. അതൊരു കാലത്ത് നടക്കാത്തൊരു തീരുമാനമാ. പിന്നെ ചന്ദ്രനെ തൃച്ചംബരത്തെ ചക്കാട്ടുന്ന കാളയാക്കാനുള്ള അഖിലാണ്ടേശ്വരിയുടെ പ്ലാനും നടക്കില്ല. അല്ലെങ്കിൽ തന്നെ ഇവിടുത്തെ കമ്പനിയിൽ ജോലി ചെയ്ത് ഇവിടെ തങ്ങാൻ ഈ അടുക്കളക്കാരി ആരാ? ഭൂലോക രമ്പയൊന്നുമല്ലല്ലോ. ഏതായാലും ആന്റിജി ഒന്നുറപ്പിച്ചോ, ചന്ദ്രൻ കല്യാണിയുടെ കഴുത്തിൽ താലി കെട്ടുകയും ചെയ്യും, അവളെ ഇവിടുന്ന് കൊണ്ടുപോവുകയും ചെയ്യും. അത് മാത്രമേ നടക്കൂ. അല്ലാതെ ചന്ദ്രപ്രതാപൻ ഇവിടുത്തെ ജോലിക്കാരനാക്കാന്നുള്ള പൂതി മറക്കാം. കൊള്ളാം, വെരി ഗുഡ്. പക്ഷേ അതത്ര എളുപ്പമാണെന്ന് കരുതാതിരുന്നാ മതി. നീ ആ കല്യാണിയെ കല്യാണം കഴിഞ്ഞ് ഇവിടുന്ന് കൊണ്ടുപോയില്ലെങ്കിൽ നിന്നെ തീർക്കുന്ന ആയുധത്തിന്റെ പിടി എന്റെ കയ്യിലായിരിക്കും. അത് വേണം ഓർമ്മിക്കാൻ. വരട്ടാതാന്റി, ആദ്യം അവളുടെ കഴുത്തിൽ എന്റെ താലി കയറട്ടെ, പിന്നെ അഖിലാണ്ടേശ്വരിക്കല്ല അവളുടെ മേലുള്ള അവകാശം. ഭർത്താവായ എനിക്കാ. പിന്നെ ചന്ദ്രപ്രതാപ് തീരുമാനിക്കും അവൾ തൃച്ചംബരത്ത് വേണോ അതോ മുംബൈയിൽ ജീവിക്കണോന്ന്. ചന്ദ്രന്റെ തട്ടകം മുംബൈയാ. മുംബൈ വിട്ടൊരു കളിയില്ല ചന്ദ്രന്. ഹോ, സമാധാനമായി. ആ ഏതായാലും നീ ഈ പറഞ്ഞ കാര്യം ഒരു നിമിഷമെങ്കിലും നേരത്തെ ആക്കാൻ ഞാനൊരു ടെക്നിക്ക് പ്രയോഗിച്ചിട്ടുണ്ട് ഇവിടെ. നാളെ നീയും കല്യാണിയും തമ്മിലുള്ള രജിസ്റ്റർ വിവാഹം നടത്താനാണ് ആ പ്ലാൻ. എന്ത് പറയുന്നു? നിനക്ക് സമ്മതാണല്ലോ? പിന്നെ 100 വട്ടം സമ്മതം. ആ സമ്മതിച്ച ആന്റി. ആന്റി വെറും ആന്റി അല്ല, ആന്റിജി തന്നെ. സന്തോഷം. നീ ഇങ്ങനെ 100 വട്ടം സമ്മതിക്കുന്നതൊക്കെ കൊള്ളാം. പക്ഷെ ഇതുപോലെ ഇങ്ങനെ മാറി നിന്നുള്ള ഫോൺ വിളികളൊന്നും വേണ്ട. കേട്ടല്ലോ? അഖിലാണ്ടേശ്വരിക്ക് എന്തെങ്കിലും സംശയം തോന്നിയാ നിന്റെ മുംബൈയിൽ നിന്നുള്ള 28 കെട്ടിന്റെ ഡീറ്റെയിൽസ് വരെ അവരിങ്ങ് എടുപ്പിക്കും. അതുകൊണ്ട് നിന്ന് തണുപ്പ് കൊള്ളാതെ കേറി പോവാൻ നോക്ക്. അപ്പൊ ഗുഡ് നൈറ്റ്.
ആന്റി ഗുഡ് നൈറ്റ്. എന്റെ പ്രിയപ്പെട്ട വിലാസിനി ആന്റി, നിങ്ങൾ പറഞ്ഞാലും ഇല്ലെങ്കിലും കല്യാണിയെ മുംബൈക്കാര് കൊണ്ടുപോകുന്നുള്ളത് ഉറപ്പാ. അത് ഈ വീട്ടിൽ നിന്നാണോ കല്യാണ മണ്ഡപത്തിൽ നിന്നാണോ എന്നേ നോക്കാനുള്ളൂ. കല്യാണിയുടെ കാര്യം പോക്കാ. ചാകാനല്ല, നശിക്കാനാണ് അവളുടെ വിധി. നശിക്കാൻ. അമ്മേ, ഞാൻ മോനെ, ഇന്ന് ശ്രീലത മേനോന്റെ പുതിയ സോഫ്റ്റ്വെയർ കമ്പനിയുടെ ഉദ്ഘാടനോ. പഞ്ചദീപം തെളിയിച്ച ഉദ്ഘാടനം. അതിലൊരു ദീപം അച്ഛനും അമ്മയും ചേർന്ന് തെളിയിക്കണമെന്ന് ശ്രീലതയ്ക്ക് വലിയ നിർബന്ധം. പിന്നെ അശ്വതി തിരുനാൾ തമ്പുരാട്ടിയും വേറെ ഏതൊക്കെയോ സെലിബ്രിറ്റീസും ഒക്കെ വരുന്നുണ്ട്. US നിന്ന് കൃഷ്ണേട്ടന്റെ ഏതോ ചങ്ങാതി വരുന്നുണ്ടെന്നും പറഞ്ഞു കൃഷ്ണേട്ടൻ അങ്ങ് ഒഴിഞ്ഞു. അതുകൊണ്ട് നീ വേണം അമ്മയുടെ കൂടെ വരാൻ. കമോൺ, ഗെറ്റ് റെഡി, എഴുന്നേക്ക്. അമ്മേ, ഞാൻ ഒരു കാര്യം. അമ്മ അത് പറയാൻ മറന്നു. നീ ഒന്ന് മുംബൈയിൽ പോണം. മിസ്റ്റർ നരേഷ് ഗോയങ്കിലുമായി ഒരു ബിസിനസ് ഡീൽ സംസാരിക്കാനുണ്ട്. ഒരാഴ്ച അവിടെ നിന്ന് ഡീൽ ഉറപ്പിച്ചിട്ട് വേണം വരാൻ. ലീവ് കിട്ടുമെങ്കിൽ സുബ്രുവിനെയും കൂടെ കൂട്ടിക്കോ. ഏതായാലും ഉടൻ വേണോ അത്? അമ്മേ, അത് ഇന്നലെ. പിന്നൊരു കാര്യം, നീ ചോദിച്ച അവധിയൊക്കെ കഴിഞ്ഞിട്ട് കുറേ നാളുകളായി. എത്രയും വേഗം തിരിച്ച് MD ആയിട്ട് ജോയിൻ ചെയ്യണം. അമ്മ റൂട്ട് മാറ്റി വിടുകയാണല്ലോ. എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട്, അതാണ് ഈ ലൈൻ. നിനക്കറിയാലോ മോനെ, അരവിന്ദന്റെ കല്യാണം കഴിഞ്ഞ ഉടനെയാ ഭാരം എല്ലാം കൂടി എടുത്ത് നീ അവന്റെ തലയിൽ വച്ചു കൊടുത്തത്. ഇനിയെങ്കിലും അവനെ ഒന്ന് ഫ്രീ ആക്കണം. വാസ്തവത്തിൽ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന പണിയാ നമ്മൾ കാണിച്ചത്. പാവല്ലേ നിന്റെ അനിയൻ. അമ്മേ, എനിക്ക് അമ്മയോട് ഒരു കാര്യം പറയാൻ. ഇപ്പൊ ഒന്നും കേൾക്കാൻ സമയമില്ല. വേഗം പോയി റെഡിയാവും. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച യങ് ബിസിനസ്മാൻ തന്നെ വേണം ഇന്നത്തെ ഉദ്ഘാടനത്തിന്റെ തിരി തെളിയിക്കാൻ. ശ്രീലത മേനോനും അത് തന്നെയാവും സന്തോഷം. കമോൺ, ഗെറ്റ് റെഡി, ക്വിക്ക്. ആഹാ, ഗുഡ് മോർണിംഗ് അമ്മ. ഗുഡ് മോർണിംഗ്. നീ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു അല്ലേ? എന്താണ് രാവിലെ? രാവിലെ അങ്ങനെയൊന്നുമില്ല, ഞാനിങ്ങനെ വെറുതെ. ശരി ശരി. ഹലോ മിസ്റ്റർ ആനന്ദകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്.